വയനാട് ബത്തേരി സ്വദേശികളായ ജിനേഷിൻ്റെയും ഭാര്യ രേഷ്മയുടെയും ദുരൂഹ മരണത്തിന് പിന്നിൽ ബ്ലേഡ് മാഫിയാണോ? അസ്വാഭാവിക മരണങ്ങളിൽ വീട്ടുകാരിൽ നിന്ന് പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ജിനേഷുമായി പണമിടപാട് നടത്തിയവരിൽ നിന്ന് പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങി. പരാതിയിൽ പരാമർശിക്കുന്ന 3 പേരിൽ ഒരാളെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയാണ് മൊഴിയെടുത്തത്. ബാക്കി 2 പേരെ കൂടി ഉടൻ ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം. ജിനേഷിന്റെയും ഭാര്യ രേഷ്മയുടെയും ദുരൂഹ മരണക്കേസ് അന്വേഷിക്കുന്ന നൂൽപ്പുഴ SIയുടെ നേതൃത്വത്തിലാണ് പണമിടപാടുകാരിൽ ഒരാളുടെ മൊഴിയെടുത്തത്. ഇയാളുടെ സഹോദരനാണ് ജിനേഷിന് പണം നൽകിയതെന്നും അത് തിരിച്ചു കിട്ടാത്തതിനാൽ ബത്തേരി കോടതിയിൽ കേസ് കൊടുത്തിട്ടുള്ളത് അറിയാമെന്നുമാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത്. സഹോദരൻ സ്ഥലത്തില്ലെന്നും അറിയിച്ചിട്ടുണ്ട്. അതേസമയം പണമിടപാടുകാരോട് സ്റ്റേഷനിലെത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇവരുടെ മൊഴിയെടുത്ത ശേഷം ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് പറഞ്ഞു. രേഷ്മയുടെ മരണകാരണം വിഷം കഴിച്ചതിനെ തുടർന്നാണെന്ന് ബോധ്യമായിട്ടുണ്ട്. എന്നാൽ അതിലേക്ക് എത്തിച്ച കാരണങ്ങളും നിലവിൽ ആരോപണ വിധേയരായവരുടെ പങ്കാളിത്തം എത്രമാത്രം സംഭവത്തിന് പിന്നിലുണ്ടായെന്നതും പരിശോധിക്കുകയാണ് പോലീസ്. ഇസ്രായേലിൽ കെയർ ഗീവറായിരിക്കെ കഴിഞ്ഞ ജൂലൈ 4-നാണ് ജിനേഷിനെ മരിച്ച നിലയിൽ കണ്ടത്. രേഷ്മ വിഷം ഉള്ളിൽ ചെന്ന് മരിച്ചത് കഴിഞ്ഞ 30-നാണ്. സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് ജിനേഷ് വിദേശത്ത് ജോലി തേടി പോയതെന്നും ജിനേഷിന് പണം കടം നൽകിയവർ ഇരുവരെയും പലപ്പോഴായി ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നുമാണ് വീട്ടുകാർ പറയുന്നത്. കടം വാങ്ങിയ 20 ലക്ഷം രൂപ ജിനേഷ് വിവിധ ഘട്ടങ്ങളിലായി തിരികെ നൽകി. എന്നാൽ തങ്ങൾക്ക് പണം ലഭിക്കാനുള്ളതിനാലാണ് കോടതി വഴി അറ്റാച്ച്മെന്റ് നോട്ടീസ് നൽകിയതെന്നാണ് പണമിടപാടുകാരിൽ നിന്ന് പോലീസിന് ലഭിച്ച മൊഴി. ജിനേഷിന്റെയും രേഷ്മയുടെയും കുടുംബാംഗങ്ങൾ നൽകിയിട്ടുള്ള പരാതികളിൽ പരാമർശിക്കപ്പെട്ടവരോട് ഹാജരാകാനും പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. നേരത്തെ ജിനേഷ് നൽകിയിരുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇരുകൂട്ടരെയും വിളിച്ച് പ്രശ്നങ്ങൾ തീർത്തുവിട്ടിരുന്നതായാണ് പോലീസ് പറയുന്നത്. ബന്ധുക്കളുടെ മൊഴികളും പോലീസ് രേഖപ്പെടുത്തി വരികയാണ്. ജിനേഷിന്റെ ദുരൂഹ മരണത്തിന്റെ യഥാർത്ഥ വിവരം എംബസി വഴി ലഭ്യമാക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ജിനേഷിന്റെ ബാധ്യതകൾ സംബന്ധിച്ച് മാതാപിതാക്കൾക്ക് അറിവുണ്ടായിരുന്നില്ലെന്നാണ് സൂചന. അതേസമയം മരണത്തിൽ പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെടുന്നവർ താമരശ്ശേരിയിലെ മറ്റൊരാളെ ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട്. കൂടുതൽ വിശദീകരിക്കാനും അതിനൊന്നും ഇപ്പൊ നേരമില്ല. അപ്പോൾ കാര്യമാണ് പറയാ. അപ്പൊ അതൊക്കെ അതൊന്ന് പിൻവലിച്ചേക്കത് അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പറഞ്ഞത് അങ്ങോട്ട് ചെയ്താൽ മതി. മനസ്സിലാണ്ടോ? ഇല്ലെങ്കിൽ ബാക്കിന് ഇപ്പൊ എനിക്ക് സിനിമയിൽ പറഞ്ഞോട്ട് ഡയലോഗ് പേടിപ്പിക്കാനും നേരമൊന്നുമില്ല. അതുകൊണ്ട് സമയമില്ല. പെട്ടെന്ന് തീർത്തിട്ട് പോകാനുള്ള വേറെ ഇടപാടുകളാണ്. ന്യൂസ് 18 വയനാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.